നാട്ടിൽ നിന്ന് പോന്നിട്ട് ഒത്തിരി കൊതിയോടുകൂടി കഴിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് കപ്പ ബിരിയാണി. അപ്പോൾ ഇന്ന് കപ്പ ബിരിയാണി റെഡിയാക്കാൻ പോവുകയാണ്. കപ്പ ബിരിയാണിക്ക് പക്ഷേ ഇവിടെ എല്ലും കപ്പയല്ല കേട്ടോ, നമ്മുടെ സാധാ ബീഫാണ്, ഫ്ലഷ് മാത്രമേ ഉള്ളൂ. ബ്രസീലിയൻ ബീഫാണ്. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് കേട്ടോ. മസാല എന്ന് പറയുമ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഒരു കുക്കർ ചൂടാകാൻ വെച്ചു. കുക്കർ ചൂടായി എണ്ണ ചൂടായപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ ചുവന്നുള്ളി, സവോളയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ വെള്ളം ചേർക്കുന്ന വിധം ഓൾമോസ്റ്റ് എല്ലാ ബീഫിലും നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. എന്നാലും നമ്മളൊരു അരക്കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് വെക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏകദേശം ഒരു 10-12 വിസിലെങ്കിലും എനിക്കിതിന് വേണ്ടി വന്നിരുന്നു കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് കപ്പ വേവിക്കാൻ വെക്കാം. ഉപ്പൊക്കെ ഇട്ട് കപ്പ വേവിക്കുന്ന സമയത്ത് നമ്മുടെ കുക്കറിൽ ബീഫ് വേവുന്നുണ്ട് കേട്ടോ. ഇനി വറുത്ത് ഇടാനുള്ള തേങ്ങ ഒരു പാനിൽ കുറച്ച് കറിവേപ്പിലയും എണ്ണയൊക്കെ ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ വറുക്കുകയാണ്. ഇപ്പുറത്ത് ബീഫ് അവിടെ സെറ്റ് ആവുന്നുണ്ട്, കപ്പ വേവുന്നുണ്ട്, എല്ലാം ഒരുമിച്ച് നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബീഫും വെന്തു. ഇനി കപ്പയും തേങ്ങയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. ചൂടോടെ കപ്പയും കട്ടൻ ചായയും അകത്ത് ചെന്നപ്പോൾ വയറ് മാത്രമല്ല നിറഞ്ഞത്, ഇവളുടേതാ ഈ എക്സ്പ്രഷനും കൂടെ കണ്ടപ്പോൾ മനസ്സും അങ്ങോട്ട് നിറഞ്ഞു.